ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പൂരത്തിന് പോയാലോ? കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിനല്ല കേട്ടോ പോണത്. നമ്മളിവിടെ നെല്ലിക്കുത്ത് ഒരു പൂരമുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഈ പൂരത്തിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുണ്ടല്ലോ, പെട്ടെന്നാണ് ഈ പോരലുണ്ടായത് കേട്ടോ. അതുകൊണ്ട് തന്നെ അഗുവിനെ കൊണ്ടുവന്നിട്ടില്ല, അവൻ പന്തളിക്ക് പോയത് കാരണം. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടെ പോരുകയാണ്. അപ്പോൾ എവിടെയെന്നൊന്നും അറിയില്ല, ഏതായാലും ചോദിച്ചു പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ പോന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഇതിലങ്ങനെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പൂരത്തിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പോവാണ് അതിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എങ്ങോട്ട് പോകേണ്ടത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് മുത്തനെ കുളിപ്പിക്കുന്ന ചടങ്ങുണ്ട്, അങ്ങോട്ടാണ് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവരെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാണ്ട് പറഞ്ഞത്, ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് വൈകും എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ നമ്മൾ ചെന്ന സ്ഥിതിക്ക് നമ്മൾ അവരെ കൂടെ പോയി. അപ്പോൾ ഈ കലകളുടെ ഒരുപാട് കലകളുടെ ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് അവരെ കൂടെ അങ്ങനെ പോയി. നമുക്ക് നേരം പോകുന്നതൊന്നും അറിയണില്ല. ശിങ്കാരിമേള അടിപൊളി മേളായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ കൂടെ അങ്ങനെ പോയിട്ടോ. ഈ കൊട്ടും എല്ലാതും കണ്ട് നമ്മൾ ആസ്വദിച്ച് തന്നെ പോയി. അപ്പോൾ നമ്മൾ ദൂരമൊന്നും അങ്ങനെ അറിഞ്ഞില്ല കേട്ടോ. കാര്യം പറയേണ്ടതുണ്ട്, ഇവിടെ ഒരുപാട് കലാരൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. കോൽക്കളി ഉണ്ടായിരുന്നു, പിന്നെ പൂക്കാവടി, പിന്നെ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ ഈ കലാരൂപത്തിൻ്റെ എന്താണ്. അപ്പോൾ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ പൂക്കാവടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഞാൻ എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കും. ഞാൻ ഒരുപാട് റിവ്യൂസൊന്നും തരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. ഇത് ഒരു പുഴ പോലത്തെ ഒരു പുഴയെന്ന് അറിയില്ല, നമുക്ക് അങ്ങോട്ടാട്ടോ അത് പോണത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് മുത്തിനെ കുളിപ്പിച്ച് അവിടെ പൂജയൊക്കെ കഴിച്ച് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിവരങ്ങളൊന്നും അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.
നമ്മൾ കുളിപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റബ്ബർ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകണം. റോഡ് കുറച്ച് ഉയർച്ച ഉള്ള സ്ഥലത്തും താഴത്താണ് ഈ പുഴ പോലുള്ള പുഴയെന്ന് നമുക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് ഒരു അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നമ്മളിതുവരെ നടന്ന ക്ഷീണത്തിൽ നമ്മളവിടെ ഇരിക്കുകയാണ്. ഇതവിടെ എല്ലാവരും പോകണുണ്ടല്ലേ, ആ ചടങ്ങ് കാണാൻ പോവുകയാണ്. പീഠവും മുത്തനെ ഒക്കെ ഉള്ള പ്രതിമയൊക്കെ കൊണ്ടിട്ടാണ് പോണത്. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ദൂരെ നിന്നിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഈ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് നിന്ന് 2-3 സ്ഥലത്ത് നമുക്ക് വെള്ളം തണുത്ത കലക്കിയ വെള്ളം തന്നെ കിട്ടിയിട്ടോ. നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ അവിടെ ഉള്ള നാട്ടുകാരൊക്കെ കൂടിയിട്ട് വെള്ളം തന്നു. പിന്നെ കുറച്ച് ദൂരം പോകുമ്പോൾ വീണ്ടും വെള്ളം അങ്ങനെ നമ്മളെ ക്ഷീണം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇതിൽ നല്ലോണം സഹകരിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്ക് തോന്നിയിട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ചു പോരുകയാണ്.
നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ശിങ്കാരിമേളം ആനയൊക്കെ വന്നപ്പോൾ നമ്മൾ അതിന് പുറകെ പോയിട്ട്, അപ്പോൾ നമ്മൾ അമ്പലം ഒന്ന് കാണാൻ പോവാണ്. നമ്മൾ അമ്പലം കണ്ടിട്ട് വീട്ടിലേക്ക് തിരിക്കും. ഒരുപാട് ബ്ലോക്കായത് കാരണം വേഗത്തിൽ പോകാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ജനങ്ങളെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് കിട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇവർ എന്താ പറയുക, ഇതിന് DJ ആണ് കേട്ടോ. അടിപൊളി ഡാൻസും കേട്ട് ഇവർ നല്ല ആഹ്ലാദ തിമിർപ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്കും തന്നെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഒന്ന് ചാടാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പോന്ന് ചോലയ്ക്കലെത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അന്നുവിനൊരു ഷവർമയും ഞങ്ങൾ പഴംപൊരി കല്ല് അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോഴത്തേക്കും സമയം ഇരുട്ടായിരുന്നു. അപ്പോൾ താങ്ക് യു.